അസ്സലാമലൈക്കും ചങ്ങന്മാരെ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ള ഒരു കിഡിലൻ എന്ന് ഞാൻ പറയണില്ല, കുഴപ്പമില്ലാത്തൊരു ആവറേജ് എല്ലാവർക്കും ഉപയോഗിക്കാനൊക്കെ പറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2002 KL 11 AP ഒറിജിനൽ കേരള ടയോട്ട കോളീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ആവറേജ് കണ്ടീഷനാണ്. ബോഡിക്ക് ഒരു 70% ബോഡി. എഞ്ചിന് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ വർക്കുകളൊക്കെ എടുക്കാനുണ്ട്. പോളീസിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പച്ച കളറാണ്. ഒന്ന് വൃത്തിയാക്കി എടുത്താൽ, ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്, ഒന്ന് വൃത്തിയാക്കി എടുത്താൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കിടിലൻ ഒരു 2002 ഒറിജിനൽ കേരള ടയോട്ട കോളീസ് കേട്ടോ നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. 4 ടയറും പുത്തൻ ടയറാണ്. AC പവർ സ്റ്റാറിംഗ് 2 ഡോർ വിൻഡോ വരുന്ന വണ്ടി കേട്ടോ. നമുക്ക് വണ്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ. നമുക്ക് വണ്ടിന്റെ ടോട്ടൽ ബോഡി ഒന്ന് നോക്കി നോക്കാം. നമുക്ക് എന്താണ് വണ്ടിന്റെ ഒരു കണ്ടീഷൻ എന്നുള്ളത്. ചെറിയ ചെറിയ പാച്ച് വർക്കാണ് മെയിൻ ആയിട്ടുള്ളത്. വലുതായിട്ടൊന്നും പറയാനല്ല, പുറത്ത് കാണാൻ മാത്രമല്ല പാച്ച് വർക്കുകളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ആദ്യമായിട്ട് ഒന്ന് ബോറായി കിടക്കുന്നത് ഈ ഫ്രണ്ട് ബമ്പറാണ്. ടൈപ്പ് 1ന്റെ പമ്പറാണ്. സംഭവം റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് 2 കോളീസിലേക്ക് കൺവേർട്ട് ചെയ്ത നല്ല കിടിലൻ പമ്പർ. എവിടെയെങ്കിലും ഈ പോളി മാർക്കറ്റിലോ മറ്റേ എവിടെയെങ്കിലും പോയി തപ്പിയാൽ സാധനം കിട്ടും. അത് ഇട്ടാൽ തന്നെ വണ്ടി വേറെ ലെവലിൽ ലുക്കിലെത്തുട്ടോ. വേറെ ഒച്ചും പുളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്ത നല്ല വണ്ടിയാണ്. മെക്കാനിക്കും ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ പുതിയ 4 ടയറുണ്ട് കേട്ടോ. പുതിയ 4 ടയറാണ്. അപ്പോളിൻ്റെ മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്ത നല്ല ടയറുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ഇന്റീരിയലൊക്കെ നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം നല്ല ഇന്റീരിയലാണ്. FS ആണ് വണ്ടി വരുന്നത്. 2 ഡോർ വിൻഡോ അഡീഷണൽ കയറ്റിയിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുഴപ്പമില്ലാത്ത ഇന്റീരിയലാണ്. ഇന്റീരിയൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ബാക്ക് സീറ്റ് കവർ ആണെങ്കിലും ഒക്കെ നല്ല ക്ലീനിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. കുഴപ്പമില്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ നല്ല ഐഡിയയിൽ ഒന്ന് വൃത്തിയാക്കി പണിയെടുത്താൽ, പിന്നെ ഫ്രണ്ടത്തെ ആ 10 സീറ്റിനല്ല കൺവേർട്ട് ചെയ്തത് ഒന്ന് സാധാ നോർമൽ 2 സീറ്റ് ആക്കുക. ബാക്കിലേക്കും നല്ല അടിപൊളി സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നാൽ നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ നല്ല കോളീസിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിടിലൻ 2002 ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം ഒക്കെ നോക്കാം കേട്ടോ. ശരി, ഈ 2002 കോളീസിൻ്റെ എഞ്ചിൻ റൂം നിങ്ങൾ കണ്ടോളി. സർവീസ് ഒന്നും ചെയ്തില്ല, വണ്ടി വന്ന കണ്ടീഷനിലാണ് കേട്ടോ. വേറെ ലീക്കോ കിനിവോ അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ചിൻ റൂം കേട്ടോ. സാധാരണ കോളീസിന് തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ അപ്പുറം കുറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ, സൈഡ് റണ്ണിങ് ബോർഡ് അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് മാത്രം. എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ചിൻ റൂം കേട്ടോ. ബാറ്ററി ഒക്കെ പുതിയ 2025 പുതിയ ബാറ്ററിയാണ്. ചേസിനും കാര്യങ്ങൾക്കും ഒന്നും ബെൻഡോ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്കൂൾ ട്രിപ്പ് എടുക്കുന്ന ആൾക്കാർക്കോ അങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2002 ഒറിജിനൽ കേരള പോളീസ് കിട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് ഇതിൻ്റെ ബോണ്ടിനൊക്കെ. അപ്പോൾ നല്ല കിടിലൻ ഏരിയയിലേക്കല്ലേ ഈ വണ്ടിക്ക് 2002 കോളീസിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്ര ഞങ്ങൾക്ക് അറിയണ്ടേ? വെറും 1,23,000 രൂപ മാത്രമാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതിൽ പുതിയ ഇൻഷുറൻസും കൂടി എടുത്തു കൊടുത്തിട്ടായിരിക്കും നമുക്ക് പാർട്ടിക്ക് വണ്ടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. വേറെ പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് ഒരു ചൊറകളും ഉണ്ടാവില്ല. 2027 വരെ പേപ്പറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്തോളി. ഇതേപോലെ നല്ല കിടിലൻ അറാട്ട് സാധനങ്ങൾ ഇനിയും വരാണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ